ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നത് ഫോക്സ്വാഗൻ്റെ തോറകായിട്ടാണ്. അപ്പം ഇതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഒന്നിതാ ആക്സിൽ ഡാമേജാണ്. വണ്ടി വല്ലാതെ സ്പീഡിലൊക്കെ പോകുമ്പോൾ വൈബ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓയിൽ ലീക്ക് ഉണ്ട് ആക്സിലിൻ്റെ. പിന്നെ നമ്മളെ കൂളൻ്റ് ലീക്ക് ഉണ്ട്. കൂളൻറ്റിൻ്റെ ഹോസ് ഡാമേജാണ്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലുള്ള ആക്സിലും മാറണം. പിന്നെ ഷോക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. ഇതാണ് ഷോക്കിൻ്റെ അവസ്ഥ. അപ്പോൾ ഷോക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻ്റ് കംപ്ലൈൻ്റ് ആണ്. ഇതാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ വേറെ ലോവർ ആമിൻ്റെ ബുഷ്, ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ലോവർ ആമിൻ്റെ ബുഷ് ഇവിടെ ആളുണ്ടല്ലേ, അതിന് ഇവിടെ ഉണ്ട് പൊട്ടിയിട്ട്. ഈ ലോവർ ആമിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലെ ബോൾ ജോയിൻ്റ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയറിങ്ങിൻ്റെ അടിയുണ്ട്. ജസ്റ്റ് സ്റ്റെയറിങ്ങിന് അടി കൊടുത്തേ. സ്റ്റെയറിങ്ങിന് അടിയുണ്ട്. അത്യാവശ്യം വർക്ക് ഉണ്ട് ഈ വണ്ടിയുടെ കയ്യിൽ. അതുപോലെ എൻജിൻ്റെ മൗണ്ടിങ് ഒക്കെ മാറണം. മൗണ്ടിങ് ഒക്കെ ഭയങ്കര വൈബ്രേഷനാണ്. അപ്പോൾ അതാണ് നമ്മളെ തോറകിൻ്റെ ഒരു അവസ്ഥ. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് വണ്ടി ഒന്ന് ട്രൈ അടിച്ച് നോക്കണം. പിന്നെ സൈലൻസർ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ നമ്മളെ സസ്പെൻഷൻ്റെ മെയിനായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം സൈലൻസറും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ ഈ ഡിഫറൻഷ്യലിൻ്റെ ലീക്ക്, ഒരുപാട് ലീക്കും കാര്യങ്ങളുണ്ട്. അതാണ് ഫോക്സ്വാഗൻ്റെ പ്രത്യേകത. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇതുപോലൊക്കെ നല്ല 8ൻ്റെ പണി കിട്ടും പെട്ടെന്നൊക്കെ.